Once upon a time, there lived a lion in a jungle. One day, when he was sleeping, a mouse started to play on him. The lion got angry at him. Suddenly, the mouse asked the lion to forgive him. The lion felt pity for him and left the mouse alone. The next day, the lion got trapped in a net by a hunter. The mouse saw this and ran to help him. The mouse began to cut the net using his teeth. The lion was saved. He thanked the mouse for helping him. They became good friends. അപ്പോൾ ഇതൊരു ചെറിയൊരു കഥയാണ്. ഒരു സിംഹത്തിൻ്റെയും ഒരു ചെറിയൊരു എലിയുടെയും കഥയാണ്. ഒരു ദിവസം ഒരു കാട്ടിൽ ഒരു സിംഹം താമസിച്ചിരുന്നു. ആ സിംഹം നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോഴാണ് അവിടേക്കൊരു വികൃതിയായിട്ടുള്ള ഒരു മൗസ് എന്ന് പറയുമ്പോൾ എലി വന്നത്. ആ എലി സിംഹത്തിൻ്റെ മേലെ കയറി നിന്ന് കുറേ കളിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ സിംഹത്തിന് ദേഷ്യം വരികയും അതേപോലെ ആ മൗസിനെ പിടിച്ച് കൊല്ലാനുള്ള ദേഷ്യം ആ സിംഹത്തിന് വരികയും ചെയ്തു. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ ആ എലി സിംഹത്തിനോട് പറയാണ്, എന്നോട് പൊറുക്കണം, എനിക്ക് മാപ്പ് തരണം, ഞാൻ ഒരു ചെറിയ എലിക്കുഞ്ഞല്ലേ, എന്നെ വെറുതെ വിട്ടേക്കണം, ഞാൻ ഇനി ഒരിക്കലും ഈ തെറ്റ് ആവർത്തിക്കില്ല എന്ന് പറയുകയാണ്. അപ്പോഴേക്കും സിംഹത്തിന് ഈ മൗസിനോട് ദയ തോന്നുകയും വെറുതെ വിടുകയും ചെയ്തു. തൊട്ടടുത്ത ദിവസം ഒരു വേട്ടക്കാരൻ അവിടെ സിംഹത്തിനെ പിടിക്കാനായി ഒരു വല വിരിച്ചിരുന്നു. ആ വലയിൽ നമ്മുടെ സിംഹം കുടുങ്ങുകയാണ്. ആ സമയത്ത് ഈ കുഞ്ഞനെലി എല്ലാം കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ എലി വിചാരിച്ചു, വേഗം ചെന്നിട്ട് എൻ്റെ കൂട്ടുകാരനായ സിംഹത്തെ രക്ഷിക്കണം. അങ്ങനെ എലി വേഗം പോയിട്ട് ആ നെറ്റ് എന്നുവെച്ചാൽ ആ വല മൊത്തം സ്വന്തം പല്ലുകൊണ്ട് കടിച്ച് കയറി അങ്ങനെ സിംഹത്തിനെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സിംഹത്തിന് മനസ്സിലായി ഈ എലിക്കുഞ്ഞ് വളരെയധികം ഉപകാരം ചെയ്തു എന്നോട്, അതുകൊണ്ട് ഈ ഒരു ഹെൽപ്പ് ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സിംഹം മൗസിന് താങ്ക്സ് പറയാണ്. പിന്നെ ആ കാട്ടിൽ അവർ രണ്ടാളും നല്ലൊരു കൂട്ടുകാരായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു കഥയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠം എന്താണ്? നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്താൽ നമുക്ക് തിരിച്ചും നന്മ കിട്ടും എന്നാണ് ഇതിൽ നമ്മൾ പഠിച്ചത്. ഓക്കെ കൂട്ടുകാരെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു കഥയായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.